ആരോടും എന്തും വെട്ടിത്തുറന്നു പറയുന്ന നമ്മുടെ മുഖ്യൻ നായനാർ സാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ യു ആർ എഫിഷ്യന്റ് മിസ്റ്റർ വർമ്മ എന്ന്. മുഖലക്ഷണം നോക്കി അല്ലടോ എന്റെ സർവീസ് റെക്കോർഡ് കണ്ടിട്ട്. സാർ, അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ പോയ CI നമ്പീശൻ സാറ് വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് തുമ്പ് വല്ലതും കിട്ടിയോ? പ്രതികളുടെ വിരലടയാളങ്ങളും കൈയടയാളങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്പീശൻ സാറിന്റെ പുറത്താണെന്ന് മാത്രം. ഓ, താനും തല്ലും കൊണ്ട് തിരിച്ചു പോന്നോ? എടോ, ഈ കൊലക്കേസ് അന്വേഷിക്കാൻ ആദ്യം പോയ ജോൺ ലൂക്കോസ് ഇരുട്ടടിയും കൊണ്ട് 4 മടങ്ങി വന്നപ്പോ താൻ എന്തോ പറഞ്ഞേ? തനിക്കാരെയും പേടിയില്ല, താൻ പോയി പ്രതികളെ കയ്യാമം വെച്ചോണ്ട് വരാമെന്ന് അല്ലേ? തനിക്ക് ഇരുട്ടടി തന്നെയാണോ കിട്ടിയത്? അതെ സാർ. ഭാഗ്യം. അധികമായി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായില്ലല്ലോ. ഓ, അജയൻ കൊലക്കേസ് എന്തായെന്ന് അന്വേഷിക്കാൻ IG ആയിരിക്കും. ഞാൻ അങ്ങേരോട് എന്ത് സമാധാനം സാർ? പറയും? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ചെല്ലുന്നവരെ തീർത്ത് കളയാനാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്ലാൻ. സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, സാർ നേരിട്ട് തന്നെ കേസ് അന്വേഷിക്കണം. ഓ, എന്തൊരു സ്നേഹം! കടന്നു പോണോ ഏറ്റവും മുമ്പിൽ. ഇനി ഈ കേസ് ആരെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കും? സാർ, എന്താണോ? ഇന്നലെ രാത്രി വീട്ടിൽ കള്ളം കയറി. കള്ളന്മാരിൽ നിന്നും സ്വന്തം വീട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത താനൊക്കെ ഇവിടുത്തെ പോലീസുകാരനാണോ? അല്ല സാർ, കള്ളന്മാർക്ക് പോലും പേടിയില്ലെങ്കിൽ പിന്നെ തനിക്കൊക്കെ എന്തിനാണോ ഈ കാക്കി കുപ്പായം? സാർ, സാറിന്റെ വീട്ടിലാ കള്ളം കയറിയത്. എന്റെ വീട്ടിലോ? സാറിനെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് സാറിന്റെ മോള് ലക്ഷ്മി സെക്ഷനിൽ വിളിച്ച് പറഞ്ഞതാ. വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കാണാതെ പോയത് മോൾ ഇപ്പോഴാ അറിയുന്നത്. അങ്ങനെ പൂട്ടോ ജനൽ കമ്പിയോ പൊളിക്കാതെ അകത്ത് കയറണമെങ്കിൽ ആദോടിയും ജന്തു ആയിരിക്കണം. അവനെ കാലത്ത് സ്മഗ്ലിംഗ് മാർക്കറ്റിൽ കണ്ടവരുണ്ട്. ഇതുപോലൊരു സെറ്റ് ഇവിടെ എത്ര രൂപ എടുക്കും? സാധനം കാണട്ടെ. കാണാനൊന്നുമില്ല. നാഷണൽ പാനാസോണിക്കിന്റെ ഇതേ മോഡൽ, ഇതേ കളർ. ഇന്നലെ ചേട്ടൻ പേർഷയെന്ന് കൊണ്ടുവന്നതാ. സെറ്റ് കൊണ്ടുവാ. 1000 രൂപ റെഡി ക്യാഷ് തന്നേക്കാം. 1000 രൂപ? എന്താണ് ബായി ഇത്? കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സെറ്റ് ഇവിടെ 2000 രൂപയ്ക്കല്ല വെക്കുന്നത്. എനിക്കൊരു 1750 രൂപയെങ്കിലും കിട്ടും. 1750 രൂപ? എടോ, അത് ഇവിടെ 1200 രൂപയ്ക്ക് വെക്കണ സാധന. ആ വിലക്ക് തന്നെ ആരെങ്കിലും എടുത്താലായി. ഇത് കേട്ടാ, നാഷണൽ പാനാസോണിക്കിന്റെ സ്റ്റീരിയോ ഡബിൾ സ്പീക്കർ 1200 രൂപയ്ക്കാണ് വെക്കണമെന്ന്. എടോ, സെറ്റ് എവിടെ വെക്കേ? താനെന്താ ആളെ കളിയാക്കണോ? പിന്നെ മനുഷ്യനെ പച്ചക്ക് പറ്റിക്കാൻ വേണ്ടി മാത്രം കട തുറന്ന് വെച്ചിരുന്ന എന്ത് ചെയ്യും? ഇതിന് 1200 ഉള്ളു. ഇത് ഇവിടെ 1200 വെക്കും. അത് എന്റെ സൗകര്യ. താനാ സെറ്റ് എവിടെ? 1200. എല്ലാരും കേട്ടല്ല? 1200 സാധനം ഞാൻ എടുത്തു. അല്ല എടോ, താൻ സെറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കച്ചവടം ആകുമ്പോ കൊടുക്കാനും ഉണ്ടാകും, വാങ്ങാനും ഉണ്ടാവും. കൊടുക്കൽ വാങ്ങൽ, അതാണല്ലോ കച്ചവടം. ഗീവ് ആൻഡ് ടേക്ക് എന്ന് കേട്ടിട്ടില്ലേ? വരട്ടെ. കോൺസ്റ്റബിൾ പവിത്രനല്ലേ ഇത്? താനെന്താ ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലാണ് സാറേ. ഞാനൊരു സെറ്റ് വാങ്ങാൻ ഇറങ്ങിയതാ. ഡ്യൂട്ടി സമയത്തോ? ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദിസ്? എന്ത് ധൈര്യത്തിലാ ഡ്യൂട്ടി സമയത്ത് സെറ്റ് വാങ്ങാൻ വന്നത്? കൃത്യവിലോപം ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. സാറേ, ഞാൻ ഒരു കൃത്യവിലോപവും ചെയ്തിട്ടില്ല. സാറിന്റെ മകള് മഹാലക്ഷ്മി പറഞ്ഞൊരു കൃത്യം ചെയ്യാനാ ഞാൻ വന്നത്. ഒരു സെറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ കൃത്യം ചെയ്തു. മഹാലക്ഷ്മിയോ? അതെ സാറേ, സാറിന്റെ മകളും സാറിനെ പോലെ തന്നെയാ. പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ കൃത്യവിലോപം കാണിച്ചാൽ വെച്ചു ഉറപ്പിക്കല്ല. ഞങ്ങള് പാവം പോലീസുകാർ എന്ത് ചെയ്യാനാ സാറേ? എന്ത് കേൾക്കാനാ ഇവിടെ നിൽക്കുന്നേ? ഓടിയതേ പിടിക്കേ. സാറേ, ഭദ്രമായിട്ട് ടേപ്പ് റെക്കോർഡർ ലക്ഷ്മി ഏൽപ്പിക്കണം. എടോ, താൻ അങ്ങോട്ട് പോ. വാ, പുറകെ വാ. എടാ, ഓടിയാ നിക്കടാ അവിടെ. ഒരു നേരം കാലമില്ലേ? പരിസര ബോധമില്ലാത്ത വർഗം. എങ്ങോട്ട് പോയത്? എന്നെ രക്ഷിക്കണേ. നിക്കടാ, ഓടിയാ. നിക്കാനാ പറഞ്ഞത്. എനിക്ക് നിൽക്കാൻ അറിയില്ല, കക്കാനേ അറിയൂ. ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പോലീസ്. എവിടെ പോയാ പെരിച്ചാഴി? കാണുന്നില്ല സാർ.
രക്ഷപ്പെട്ട് പോലീസുകാർ പോയി. എടാ ഒടിയാ, ഞാൻ പിടിതരില്ല. പിന്നെയും പുറകെ വരുന്നു. പതിയെ വീണേ. ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടാ കിടക്കുന്നേ? അയ്യോ അമ്മേ. സാറേ, പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈ നീട്ടാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൈ നീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഓടിയാ ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലെ കയറണമല്ലേ? അയ്യോ, അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ഇതാണോടാ തേണ്ടി പ്രമാദമായ കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സാറേ, അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാ. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കടാ പോലീസുകാരനായ പവിത്രന്. ചതിച്ചോ? വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാധനം പൊതുജനങ്ങൾക്കുള്ളതാ. പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. കാന്തമോ? പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10% പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. SP-യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ IG-യുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ IG ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ SP സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. വന്നോ? ആ പവിത്രൻ അവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്ര മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പ പറഞ്ഞുള്ളൂ. തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല. ആരെങ്കിലും ആഹാരം വേണമെന്ന് ചോദിക്കുമ്പോ മാത്രം. സാറെന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നോ? തനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്. എന്തു പറ്റി സാറേ? സാറിന് കാസർഗോട്ടേക്കും കാണുമ്പോൾ ട്രാൻസ്ഫറും. താൻ അജയൻ കൊലക്കേസ് കേട്ടിട്ടില്ലേ? തന്നെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. അയ്യോ സാറേ, അത് ജോൺ ലൂക്കാ സാറും നമ്പീശൻ സാറും അന്വേഷിച്ചിട്ട് ഇടികൊണ്ടുവന്ന കേസല്ലേ? ഇതാണോ സാറ് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തു. ആ കേസ് നേരിട്ട് അന്വേഷിക്കാതെ ആദ്യം രഹസ്യ പോലീസ് വഴി ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് അത് പഠിച്ചിട്ട് അന്വേഷിക്കുകയാണ് ബുദ്ധിയെന്ന്. അങ്ങനെ അണ്ടർ കവർ പോലീസായി പോവാൻ തക്ക കഴിവും പ്രാഗൽഭ്യമുള്ള ഒരാളെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് തന്റെ പേര് ഓർമ്മ വന്നത്. താനെന്താ ഇവിടെ? വൈഫിന് പ്രസവവേദനയാന്ന് ഫോൺ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. നേരങ്ങളെ പൊയ്ക്കോ. അല്ല സാർ, അതിനു മുമ്പ് ഒന്നുമില്ല. അതല്ല സാർ, ഞാൻ ഡ്യൂട്ടിക്ക് പോയ കാര്യം. ഇത്രയും നേരം ഞാൻ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. സാറിന്റെ മോള് ബാങ്ക് വിട്ട് എങ്ങും പോയിട്ടില്ല. വൈഫാണ് സത്യം. താനീ വന്നേ. പൊയ്ക്കോ. ഇതെന്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോഴാ. SP ആണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. സാറ് ലക്ഷ്മിക്ക് എന്തോ പറ്റി? അതൊന്നുമില്ല. അവളെ ഏതോ ഒരു കശ്മീരൻ ശല്യപ്പെടുത്തുമോ എന്നൊരു പേടി. എങ്കിൽ ലക്ഷ്മിയുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് ഞാൻ പോവാ സാറേ. അതൊന്നും വേണ്ട. എടോ, തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ളവര് തന്ത്രപ്രധാനമായ കേസുകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ അജയൻ കൊലക്കേസിന്റെ കേസ് ഫയൽ. ആലപ്പുഴ തന്നെ ഒരുപാട് ഉള്ളിൽ വട്ടക്കായലിനോട് ചേർന്ന സ്ഥലത്ത 9 മാസം മുമ്പ് അജയൻ എന്നൊരു തൊഴിലാളി നേതാവ് കൊല്ലപ്പെടുന്നത്.
പ്രബലരായ കയർ കച്ചവടക്കാരുടെ നാടാണ്. അതിൽ ആലിക്കോയ എന്നൊരു കച്ചവടക്കാരനാണ് അജയനെ കൊന്നതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ആലിക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും കിട്ടിയില്ല. മരിച്ച രാത്രിയിൽ അജയന്റെ കൈവശമുണ്ടായിരുന്ന തൊഴിലാളി സംഘം പകരം 2 ലക്ഷം രൂപ കാണാതായതിനാൽ കവർച്ചക്കാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ആ ഫയലിലുണ്ട്. സാറേ, ഈ രഹസ്യ പോലീസ് ആകുമ്പോ വേഷം മാറി വേണ്ടേ പോവേ? അതിനെന്തേ ഇവിടെ ഒരു ഉണ്ണി വെച്ച് വല്ല പിച്ചക്കാരന്റെയും വേഷം കിട്ടിയാ മതി. നിനക്കാണെങ്കിൽ ആ വകയിൽ എന്തെങ്കിലും പിച്ചക്കാശ് തടയുകയും ചെയ്യും. അതൊന്നും ശരിയാവത്തില്ല സാറേ. ഞാനൊരു കച്ചവടക്കാരന്റെ വേഷം കിട്ടിയാലോ? ഈ അജയനെ കൊന്നെന്ന് പറയുന്ന ആലിക്കോയ ഒരു കച്ചവടക്കാരനല്ലേ? അപ്പൊ അയാളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാകുകയും ചെയ്യും. ഓഹോ, എന്റെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയ കാര്യം അപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ വെരി ഗുഡ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സാറേ. കച്ചവടക്കാരനാകുമ്പോ പിടിച്ചു നിൽക്കാൻ കുറച്ച് കാശ് വേണ്ടേ? പിന്നെ സാറിന്റെ ബുദ്ധി തോന്നിയതായതുകൊണ്ട് അത് ഒട്ടും പാളിപ്പോകരുത്. അതെ, ആ ചെലവിനുള്ള തുക കഴിച്ച് ഒരു 10,000 തന്നേക്കാം. പിന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടല്ലാതെ താൻ തിരിച്ചിവിടെ കാല് കുത്തരുത്. ശരി സാറേ. നീ ജീവനോടെ തിരിച്ചു വന്നാൽ അപ്പോഴേക്കും നിനക്ക് കാസർഗോട്ടേക്ക് തന്നെ ഒരു ട്രാൻസ്ഫർ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. കച്ചവടക്കാരന്റെ വേഷം കിട്ടും പോലും. നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. ഇവിടെ താമസിക്കാൻ പറ്റുമല്ലോ? ലോഡ്ജുണ്ട്. ലോഡ്ജൊക്കെ ടൗണിലേ ഉള്ളൂ. വടക്കേക്കരയിൽ ചുങ്കത്തറക്കാരുടെ വക ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പക്ഷെ അവിടെ സായിപ്പുമാർക്കേ താമസിക്കാൻ പറ്റൂ. നമ്മൾ താമസിച്ചാലേ സായിപ്പുമാരെ പോലെ വെളുക്കും നമ്മുടെ ഗീശ. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ആരെ കാണാനാ? ആരെയും കാണാനല്ല, ഞാനൊരു കച്ചവടക്കാരനാ. കഴുത്തേലെ കർച്ചീഫ് കൊണ്ടുള്ള കെട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടുന്നത് കഴുത്തുമുറുക്കി കൊല്ലാനാ. കച്ചവടക്കാരെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ രാത്രി തന്നെ കച്ചവടം തുടങ്ങാമായിരുന്നു. എന്തായിക്കാ? ഒന്നുമില്ല. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രമായി നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാല് കൊണ്ട് നടന്നിങ് എത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേനാ എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടിന്ന് വിളിക്കുന്നത്. എടാ കൊച്ചിഷ്ണ, ഓ നീ എന്നെ വിളിച്ച് ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാര്, അവരുടെ കുടുംബം, ബന്ധുക്കള്, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്കാ. കാലടിയിലേക്കല്ല നിന്റെ പോണോ കാലടി? കാലടി നിന്റെ മറ്റവനാടാ ഈ സ്ത്രീ ലോനപ്പ. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റിയാലെന്ന്. വെള്ളം നിർത്ത്. നിർത്താൻ പറ്റിയാലെന്ന്. നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിലെത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു വൈലാണ്ടിയിലെത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്. സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നോ? ഹാൻഡിക്രാഫ്റ്റോ?
അത് ഞാൻ എന്തെടുക്കണം? പട്ടശാപ്പി കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ. അച്ഛൻ അതിങ്ങ് എടുത്തു തന്നെ. ചന്ദ്രമിള്ള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ, അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്നതിന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛനെ ത്യാഗം ചെയ്തത്. പിടിച്ചോ. പോയി. ഇത് 3 എണ്ണല്ലേ ഉള്ളൂ, 2 എണ്ണം കൂടി കാണണമല്ലോ. മക്കൾ, അച്ഛന്റെ അടുത്ത് എന്നെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ, ദേവരാള്. ആളോ? അയ്യോ അയ്യോ, ദേ കായില്. ആരാ നിങ്ങള്? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നോ? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ താൻ ഇതേ കയറി കിടന്ന? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പൊ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കൈ കാണിച്ചാ മതി. താൻ എഴുന്നേറ്റ് കൊണ്ട് വന്നേ. 2 എണ്ണം. അയ്യോ, നടുക്കായിലാണല്ലോ. മോളെ, ഇയാളൊന്ന് അക്കരെ ആക്കിയേക്ക്. എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. വീട്ടിൽ ചെന്നിട്ടുണ്ട് ആക്കിയാ മതി. അയ്യോ, ഇത്രയും ചെറിയ വെള്ളത്തിലൊന്നും ഞാൻ കയറുകയല്ല. ഞാൻ പോവാ. എന്നാ പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ വന്ന് കയറി കിടന്നും പോരാ, മര്യാദയ്ക്ക് ഞാൻ വെള്ളത്തിലോട്ട് കയറ്. എന്റെ കൈ പിടിച്ചോ. അയ്യോ, അകന്നു പോണം. അകലത്തില്ല, ഇയാള് കയറ്. അയ്യോ, ഓ, വള്ളം ഒരു കാലടി അകന്നിരുന്ന ഞാനിപ്പോ വെള്ളത്തിൽ വീണ് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തനൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്. അയടാ കാലടി. അനങ്ങാതിരിക്കേ, അല്ലെങ്കിൽ വെള്ളം മറിയും. അയ്യോ, എനിക്കങ്ങ് ഒരു പേടിയില്ല. വെള്ളം എങ്ങനെ പറഞ്ഞാൽ കുട്ടീനെ രക്ഷപ്പെടുത്താൻ എനിക്ക് നീന്തൽ അറിയാൻ മേല. അയ്യടാ. ആ ബാഗിനകത്ത് എന്താ? വിൽക്കാൻ കൊണ്ടുവന്ന കൺമശീൻ ചാന്ത കുപ്പികളൊക്കെ. അയ്യോ, ഞാൻ അത്തരം കച്ചവടക്കാരനല്ല. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വന്ന കച്ചവടക്കാരനാ. എന്നാ പിന്നെ ഇത് വാങ്ങി കച്ചവടം നടത്തിക്കൂടെ? നല്ല ഡിമാൻഡുള്ള സാധനാ. ഐറ്റം കൊള്ളാം, പക്ഷെ ഇത് വിറ്റിട്ട് എന്തോ കിട്ടാനാ? എനിക്ക് വലിയ ലാഭം കിട്ടുന്ന മൊത്ത കച്ചവടം നടത്താനാ താല്പര്യം. അമ്മോ, ആരാ അമ്മോ ഇത്? അച്ഛന്റെ വള്ളത്തിൽ നിന്ന് കിട്ടിയതാ. കര തേടി ഇറങ്ങിയ ഒരു കച്ചവടക്കാരൻ. വൈകിട്ട് യൂണിയൻ മീറ്റിംഗിന് വരില്ലേ? ഇന്ന് കണക്കവതരണവാ. കയ്യാങ്കളിയാവോ? ഞാനില്ല കൂടെ. ഒരു 10 പേരെ കൊതുക്കാൻ ഞാൻ മാത്രം മതി. ഇതാണോ തന്റെ വീട്? അതെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിലൊരു മുറി വാടകയ്ക്ക് കിട്ടുമോ? ഇവിടെ ആയാലും മതി, എനിക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ അപ്പുറത്തെ വർക്കിച്ചേട്ടനോട് ചോദിക്കുന്ന നല്ലത്. പുള്ളിയോട് എന്ത് ചോദിച്ചാലും സൗകര്യം ഇല്ലെന്നേ പറയും. ആ ചാക്കിയിട്ട് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇറക്കി വെക്കേ. ഇത്രയും ദൂരം കൊണ്ടുവന്നല്ലേ, അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ബഹളം വയ്ക്കാതെ, ഞാൻ തരുന്നുണ്ടല്ലോ. ഇത് അജയന്റെ വീടല്ലേ? ചേട്ടൻ എങ്ങനെ അറിയാം? പരിചയമുണ്ട്. ചേട്ടനല്ല പരിചയക്കാരി, എനിക്കറിയാലോ. പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രമാദമായ ഒരു കേസല്ലേ? അപ്പൊ പത്രത്തിൽ കണ്ടുകൊണ്ട് അതിന്റെ പ്രതികളെ ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ? ആലിക്കോയെ എപ്പോഴും ഞെളിഞ്ഞ് കിടപ്പുണ്ടല്ലോ. പോലീസുകാർക്ക് പിടിക്കാൻ ചുണയില്ലാഞ്ഞിട്ടല്ലേ? അല്ല, ആലിക്കോയെ തന്നെ കൊന്നെന്ന് എന്തുവാ ഉറപ്പ്? അജയന്റെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും, അല്ലെങ്കിൽ അജയന്റെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ? നിങ്ങൾ എന്തിനതൊക്കെ അന്വേഷിക്കണത്? ഒരു സംരംഭം തുടങ്ങുമ്പോ ആ നാടിനെയും നാട്ടുകാരെയും നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടേ കച്ചവടം തുടങ്ങത്തുള്ളൂ. പഠിപ്പൊക്കെ അക്കരെ ചെന്നിട്ടാവാ. തിരിച്ചു വന്നിട്ട് താറാവുകളെ വെള്ളത്തിൽ ഇറക്കാനുള്ളതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അക്കരയാക്കാം. അവിടുന്ന് തെക്കോട്ട് പോകുമ്പോ ഒരു വായനശാലയുണ്ട്. അവിടെ ചന്ദ്രമിള്ള എന്ന് പറഞ്ഞൊരാളുണ്ടാവും. ഇത് അയാളുടെ കയ്യിൽ കൊടുക്കണം. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെ കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ
ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാരെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. അപ്പൊ കമന്റ് കിടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറി നിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാർ എന്നെ ബന്ധിക്കുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രൻപിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടി വരിക. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രൻപിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ലേ. ഓ, ആയിക്കോട്ടെ. ഭാര്യയ്ക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാൻ ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാർ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. അല്ലേ? പിന്നെ വഴിക്ക് വെച്ച് അമ്മുവിനെ പരിചയപ്പെട്ടു, അവിടെ നിന്നായത്. ഞാനിപ്പോ ഈ പോലീസ് പണിയൊക്കെ നിർത്തി. അത് മനസ്സിലായി. SP സാറിന്റെ മോള് സാറിനെ പ്രേമിക്കുന്ന കാര്യം SP സാർ അറിഞ്ഞപ്പോ സാർ അവിടുന്ന് മുങ്ങി അല്ലേ? SP സാറിന്റെ മോള് എന്നെ? ആ പെണ്ണ് സാറിന് എഴുതിയ പ്രേമലേഖനം കാണിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് തടിയൂരിയത്. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഏതായാലും അതുകൊണ്ടല്ല അവിടെ വിട്ടത്. ഞാനിവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനാ വന്നു. ഈ കരയില? എന്താ ഈ കരയിൽ കച്ചവടം ചെയ്യാനേ കൊള്ളില്ല സാറേ. അതെന്താ കൊള്ളാത്ത? ഈ കരയിൽ ആകെ കൂടിയുള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടം അല്ല കയറ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്കുണ്ട്. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാറ്. ഞാൻ പോലീസിലായിരുന്നു നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടക്കാൻ കേട്ടാ. നീ ഇവിടെ ഉണ്ടായതേതായാലും നന്നായി. 5 പൈസ ശമ്പളം പറ്റാതെ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരാളായല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം തന്നെ ഓടിയാ. എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ കരയിൽ ഞാൻ ചള്ള അല്ല, ചന്ദ്രൻപിള്ള എന്നാ അറിയപ്പെടുന്നത്. നീ തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിച്ച. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഈ ആലിക്കോയ എങ്ങനെ നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റിയ ആളാണോ? അജയൻ കൊലക്കേസ് സാറിന് അറിയത്തില്ലേ? അതീ പിന്നെ ഈ കരക്കാരും ആലിക്കോയായിട്ട് കച്ചവടം ചെയ്യാറില്ല. പിന്നെ സാറ് ഈ കരക്കാരനല്ലല്ലോ, അതുകൊണ്ട് സാറിന് കുഴപ്പമില്ല. സാറിന് പറ്റിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പ് ഉണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ച് വെക്കണം. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ? ഈ ചുങ്കത്രക്കാരെങ്ങനാ? കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയ കക്ഷികളാ. ആലിക്കോയേക്കാളും വില തരാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അവിടെ നിന്ന് വരുന്നതിലും കുറവല്ലേ ഉള്ളൂ. ഈ കച്ചവടത്തില് വിടക്കാക്കി തനിക്കാക്കാന്നൊരു ഏർപ്പാടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയാൻ മേലെ അവരുടെ കുട്ടി. താൻ ആലിക്കോയായിട്ട് തെറ്റിയ സ്ഥിതിക്ക് തനിക്ക് ഇനി ആജീവനാണ് ചുങ്കത്തറയെ കച്ചവടം ചെയ്യാൻ പറ്റൂ. അതും ഞാൻ പറയുന്നതിലേക്ക്. അങ്ങനെ തന്നെ പറ്റി അവരുടെ കുട്ടി. എന്റെ മോൻ അനിയപ്പനെ അറിയാമല്ലോ. അവന് ഈ വീടിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ഒറ്റ വെക്കുന്ന ഇഷ്ടമല്ല. അവൻ വന്നു ചെന്നാട്ടെ. കുറച്ച് കയറെടുക്കാൻ വന്ന. ഇതിന് മുമ്പ് കൂടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് തെക്കുന്ന. ഈ 2 പിരിയം കയറാണോ അതോ 30 പിരിയം കയറാണോ വേണ്ടത്? ഇതിൽ 5 കയറും ഉണ്ട്, 6 കയറും ഉണ്ട്. നേരാ വേണ്ട. ഇതിലേതെടുത്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുകയെന്ന് എനിക്കും അറിയാം, മുതലാളിക്കും അറിയാം. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു ഓണപ്പരീക്ഷ? ഇളകി ഇരിക്കുന്ന ആസ്പത്രി സീറ്റ് നന്നാക്കാൻ ആളെ കിട്ടുക. വരവ് മേസ്ത്രിയെ നമ്മൾ പറയുന്ന കൂലിക്ക് വരൂ. മേസ്ത്രി ചേർത്തലേ പണിക്ക് വരിക. കാറും കൂളൊക്കെ ഉള്ള സമയം പെട്ടെന്ന് വേണം. ശരി, എത്ര കാശിനാ കയറ് വേണ്ടേ? ഒരു 3000 ഇരുന്നോട്ടെ. 3000 3600 മുടിയാ. അതല്ല, രൊക്കം 10,000 എടുത്താ 20,000 മുടി കയറാ. കച്ചവടത്തിന് എടുക്കുമ്പോ എപ്പോഴും കൂടുതൽ എടുക്കുന്നത് ലാഭം. അതെനിക്കറിയത്തില്ലേ.
നല്ല ക്വാളിറ്റി സാധനമല്ലേ? 10,000 തന്നെ ഇരുന്നോ. എനിക്ക് ബുദ്ധിയില്ലതല്ലേ മോള് പറയാറ്. ഞാൻ ഇന്നൊരു ഭയങ്കര ലാഭക്കച്ചവടം നടത്തി. ഈ കിടക്കുന്ന 5,000 രൂപയുടെ കയറ ഞാനിത് വെറും 500 രൂപയ്ക്ക് പണയത്തിനെടുത്തു. ആരുടെ കയ്യിൽ നിന്ന്? പുതിയതായിട്ട് കച്ചവടത്തിന് വന്നവനില്ലേ 10 രൂപ, 10 രൂപനോ? പവിത്രൻ. കാശ് ഓടെ കൊടുക്കേന്ന് എടുത്ത കേട്ടോ. ഒരു പണയത്തിന് രൂപ 4,500 ലാഭം. എങ്ങനുണ്ട് അച്ഛന്റെ ബുദ്ധി? നല്ല മന്ദബുദ്ധി. ദൈവമേ, ഇവിടെയും കയറോ? അതെ. അച്ഛൻ പണയത്തിനല്ല അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അതെ. ആ 500 രൂപ തരുമ്പോ അച്ഛന് സാധനം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതുവരെ കയർ ഇവിടെ സൂക്ഷിക്കുകയും വേണം. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എവിടെ കിടക്കും? അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി തറവാടക പോലും തരാതെ കയർ ഇവിടെ സൂക്ഷിക്കാൻ അയാൾ കണ്ടെത്തിയ ബുദ്ധിയാ ഇത്. അത് ശരിയാണല്ലോ. എടാ സാമദ്രോഹി. ഒരു 9,000 രൂപ തന്നിട്ട് മുഴുവൻ തിരക്കും ബായി എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ കാലിലെ പൊടി തട്ടി കളയുന്ന ചവിട്ടി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാമല്ലോ. ചവിട്ടി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് കയറാ എന്റെ ഇരിക്കുന്നത്. ബെസ്റ്റ് കയറാ. അതിലിപ്പോഴേ കരിമണലുള്ളോണ്ട് ആരും ചവിട്ടി കൂടുതൽ മണലാവുന്നുള്ള പേടി വേണ്ട. കരിമണലോ? ഇല്ലാവചനം പറയരുത് കേട്ടോ. ചുങ്കത്തറക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചിട്ട് പാതി വിലക്കുള്ള കയറ് കൊടുത്ത് ഇയാളെ പറ്റിച്ച കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞു. അത് ശരി. അപ്പൊ താനെന്നെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണയമായി വാങ്ങിച്ച 500 രൂപ തിരിച്ചു തന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് കയറെടുത്തിട്ട് പോ. 500 രൂപ ചെലവായിപ്പോയി. എന്ന് പറഞ്ഞാ എങ്ങനാ? ഞങ്ങൾ ഇവിടെ കിടക്കും. ഈ പണയക്കാശ് തിരിച്ചു വാങ്ങിക്കാതെ പണയ വസ്തു തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് എവിടത്തിനാ? അത് മാത്രമല്ല, ഞാനവിടെ സ്ഥിരമായിട്ട് വെക്കാനൊന്നും പോകുന്നില്ല. അത് ഞാൻ ഈ കരയെ തന്നെ കച്ചവടമാക്കും. ഈ പരാജയം എന്ന് പറയുന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഈ നിഘണ്ടു വാക്ക് വാങ്ങിക്കുമ്പോ എല്ലാ വാക്കും ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വാങ്ങിച്ചൂടെ? അപ്പൊ എന്ത് വാങ്ങിച്ചാലും കളിപ്പിരി പറ്റാറുണ്ടല്ലേ? താൻ കയറ് കച്ചവടാക്കിയാലും ഇല്ലെങ്കിലും 24 മണിക്കൂറിനകം എന്റെ വീട്ടിൽ നിന്ന് കയറ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും. നിങ്ങളല്ലാതെ ആരെങ്കിലും ചുങ്കത്തറ കച്ചവടത്തിന് പോവൂ? ഞാൻ പോയതല്ലേ ഭായി, എന്നെ പെടുത്തിയതാ. ആര്? ഒരു കൊടന്തളപ്പൻ. അവനെ ഞാൻ വിടത്തില്ല. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കി തന്നത് എന്താന്ന് വെച്ചാ സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ടാ. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയാ. അല്ലാന്നുണ്ടെങ്കിൽ നീയായിട്ട് എനിക്ക് ആ തിരക്ക് 10,000 രൂപയ്ക്ക് കച്ചവടമാക്കിത്താ. എന്റെ സാറേ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവാ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറയെന്നാ കയറെടുക്കുന്നത്. കയറിന് ഇച്ചിരി നനവോ പൊട്ടലോ കണ്ടു കഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5,000ന്റെ കയറ് 10,000ന് വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ? ആ, നീ വാ. എങ്ങോട്ട്? പാടാ ഓടിയാ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ? അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാൽ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ അങ്ങനെ. ആ കയറ്. കയറ് ഇതിനകത്തല്ലേ? എടാ മുകളിലോട്ട് കയറാൻ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ പെരുങ്കള്ള നിനക്ക് കയറാൻ അറിഞ്ഞൂടെ? പോയി കയറാം. ഇങ്ങനെ പെട്ടെന്ന് പോയി കയറാം. ഇതെന്താ അരിക്കുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണോ? ഈ പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ ഇളകിയിരിക്കുന്ന ആസ്പെറ്റോസ് വലിച്ച് താഴെ ഇട്. ഇളകിയിരിക്കുന്നതല്ല ഞാൻ ഇരിക്കുന്നത്. അതെടുത്ത് മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ? എടാ നീ ഇപ്പുറത്തുള്ളത്. ആ ശരി ശരി. വെറുതെ ഇരിക്കണമെങ്കിൽ വാ സാറേ, നമുക്ക് ഇവിടെ നീന്തൽ പഠിക്കാം. വലി താഴോട്ടിടാം. ഓക്കെ. പായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാ. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണൽ കയറ്റിയാ തൂക്കം കൂട്ടിയത്. അവന്മാരെ കയറി തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്ന ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ ഓടാ കൊടന്തളപ്പാ. എന്റെ ബായിക്ക് ഞാനിവിടെ തറവാടക തരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിതിവിടെ വെച്ചിരുന്നെങ്കിൽ
300 രൂപ തന്നിട്ട് എനിക്ക് എടുത്തോണ്ട് പോകായിരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചതുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ബായിക്ക് 200 രൂപ ലാഭമല്ലേ? അത് ശരിയാണല്ലോ. അച്ഛൻ എന്താ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടോ? ആ 500 രൂപ നമ്മൾ കൊടുത്താലേ പിന്നെ അതെങ്ങനെ ലാഭാവും? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കയറുകൊണ്ട് തലങ്ങും ബലങ്ങും വെച്ച് തരണം. മനുഷ്യൻ അനങ്ങാനും മയ്യ ചെരുങ്ങാനും മയ്യ. എന്റെ കാശ് തന്നെ ഇപ്പൊ ഇവിടുന്ന് എന്റെ കയർ കൊണ്ട് ഇറങ്ങിക്കോണം. ഇറങ്ങിക്കോളാം. കയറ് കൊണ്ടുപോകാനാണ് ഇപ്പൊ വരും. ആര് വരാൻ? ആ ഇയാളുടെ കയറ് വാങ്ങാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം പിടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വരുന്ന റേഡിയോയിലുണ്ടായിരുന്നു. അച്ഛൻ കേട്ടില്ലായിരുന്നു? ഇല്ല. ചുങ്കത്തറയെന്ന് അനിയപ്പന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കയറ് തിരിച്ചു വേണം. അതിന് ഞാൻ ആ കയറ് വെക്കുന്നില്ലല്ലോ. വെക്കുന്നില്ലേ? അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ബായിയുടെ ഡാഡിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റി. എനിക്ക് തന്ന കയറ് മുഴുവൻ കരിമണലായിരുന്നു. ഇത് 5000 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. വിറ്റ എനിക്ക് നഷ്ടമാ. വിൽക്കാതിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അത് കയറ് വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. 5000 രൂപ അങ്ങ് തിരികെ തരും. കയറ് ഞങ്ങൾ എടുക്കുക. ഞാൻ 10000 രൂപ കൊടുത്ത് മേടിച്ച കയറല്ലേ? അങ്ങനെ ആരെങ്കിലും നഷ്ടക്കച്ചവടം നടത്തുവോ ബായി? മാറാ അങ്ങോട്ട്. അനിയപ്പാ, അവന് 10000 കൊടുത്തേക്കാം. അച്ഛ അത് കേട്ടുവിടെ കാട്ടിരിക്കുക. അയാളുമായി വർഷങ്ങളായിട്ടുള്ള കച്ചവട. അതൊരു തവണ മുറിഞ്ഞ അയാൾ പിന്നെ വഴിക്ക് വരില്ല. അലിക്കോരത്തേക്ക് പോവും. ഇവിടെ കാശ് നോക്കണ്ട. ശരി, നീ തന്ന 10000 തിരിച്ചു തന്നേക്കാം. ഞാൻ 10000 സമ്മതിച്ചെന്ന് ആരാ പറഞ്ഞത്? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ബായി? നമ്മൾ കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച് അമ്മായിയുടെ മോനെ സംബന്ധം ചെയ്യാനല്ലല്ലോ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മുതലാ. എന്റെ മുതല് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണം. കച്ചവടം ഞങ്ങൾ പഠിപ്പിക്കുന്നോ? എന്താണ് നോക്കിയിരുന്നത്? എന്റെ അനുവാദം കൂടാതെ എന്റെ കയറെ തൊട്ടന്റെ കൈ ഞാൻ വിട്ടും. ആരക്കടാ ഈ കരയിൽ വന്ന് വിളച്ചെടുക്കണം. ആർക്കാണ് എന്റെ മുതല് വേണ്ടത്? എത്ര കാശാ നിനക്ക് വേണ്ടേ? എന്റെ ചരക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരണ പൈസ കുറവില്ലാതെ 25000 രൂപ രൊക്കം കാശ് ഇവിടെ കിട്ടണം. സമ്മതിച്ചിരിക്കുന്നു. ചരക്കിറക്കാം. കാറ്റിന് ചക്രം എന്നാ ഞങ്ങൾ പഴമക്കാര് പറയണേ. അത് കറങ്ങി വരും പോവും. നീ കരുതിയിരുന്നോ? ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുമല്ലോ. ഞാൻ ഏതായാലും ആക്രി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഇതൊക്കെ?
ചുങ്കത്തറ ഫൈനാൻസിയേഴ്സിന്റെ തെക്കേക്കര ബ്രാഞ്ച് വിൽക്കാൻ പോകണമെന്ന് അറിഞ്ഞു. ഒരു ബിനാമി വഴി ഞാനൊരു അന്വേഷണം നടത്തി. 12 ലക്ഷം കൊടുത്താൽ ഇപ്പോഴുള്ള എല്ലാ ഇടപാടുകളും സഹിതം അതിങ്ങി പോരും. ഈ വീടും ഫാക്ടറി ഒഴിച്ചുള്ള എല്ലാ പ്രോപ്പർട്ടികളും വിറ്റിട്ടായാലും ശരി, ഞാനത് വാങ്ങിക്കും. ചുങ്കത്തറക്കാരുടെ ബാങ്ക് വാങ്ങാനോ? സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ബാങ്ക് നടത്തിയാൽ കരക്കാർ ബാങ്കിൽ കൊണ്ടുവന്ന് കാശിടും. ഞാൻ ആ കാശ് മറിച്ച് കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ തോൽപ്പിക്കാൻ ഈ കരയിൽ ഒരുത്തനും പറ്റത്തില്ല. ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ. എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് 2 ഉണ്ടപ്പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആയിരത്തി ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കന്മാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും അപ്പക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1 ലക്ഷം ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? തന്നെ നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസൻ. അസർബൈജാൻ. നിനക്കിഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. അവ താഴേക്ക് നോക്കി. കമലാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നേ? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച 1 ആഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കൈലിയും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ. ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം നല്ല സുന്ദരൻ. കല്യാണം കഴിച്ചിട്ടില്ല. അയാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുണ്ടിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ?
വർമ്മ സാറും ലക്ഷ്മി വന്നാട്ടെ. ലേറ്റായോ പവിത്ര? എനിക്ക് ഈ സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറേ. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് മാറണേ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോക്കോട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ള എന്താ അങ്ങോട്ട് പോകത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യും. എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ. വന്നാട്ടെ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ. എന്റെ അമ്മു, കാര്യങ്ങളൊക്കെ കാലയെ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലാസനം മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ, മുതലാളിക്ക് ഒരു കസേര വേണ്ട വേണ്ട, മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ, അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ, കണ്ട് പഠിക്ക്. മുതലാളി, എസ് പി സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലാസനൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളാം കേട്ടോ. ധനലക്ഷ്മി ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ഇവക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യും. മഹാലക്ഷ്മി ഇപ്പോഴും നിന്നെ തന്നെ കെട്ടുമെന്ന് പിടിവാശി തന്നെയാ നിൽക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്ന് എനിക്കറിയാം. അതല്ലേ അവളുടെ പേരിൽ തന്നെ ഈ ബാങ്ക് തുടങ്ങിയത്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. കല്യാണം ഉടനെ നടത്താൻ തനിക്ക് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ലല്ലോ. എന്താ പവിയേട്ടനൊന്നും മിണ്ടാത്തത്? ഞാനിപ്പോഴും സാറ് പറഞ്ഞ ഷോക്കിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞാനിങ്ങോട്ട് വരാം. ഈ നാടൊന്ന് ഇളകണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണം. അച്ഛൻ ഇവിടെ കാശ് മണി രസിച്ചോണ്ടിരുന്നോ? ആ പവിത്രൻ SP വർമ്മയുടെ മോളെ കെട്ടാൻ പോവാ. അവനെ വെച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി അവനെ പിടിച്ചാ കിട്ടുവോ? ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നും കാണാതെ ഞാൻ അവനെ ബാങ്ക് വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ കാശ് അവിടെ അങ്ങോട്ട് കുമിഞ്ഞു കൂടട്ടെ.